1 കപ്പ് ഡേറ്റ്സ് അഥവാ ഈത്തപ്പഴം, 1 സ്പൂൺ കോൺഫ്ലോറും 2-3 സ്പൂൺ നെയ്യും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഹെൽത്തി ആയതും ഷുഗർ ഫ്രീ ആയതുമായ ഒരു ഹൽവ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. ഹൽവ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുരു കളഞ്ഞ 1 കപ്പ് ഈത്തപ്പഴം ഒരു പാത്രത്തിലേക്കിട്ട് 1 കപ്പ് നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചൊരു അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി കലക്കിയെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കുക. 1/2 കപ്പ് വാൾനട്ട് ഒരു പാനിലേക്ക് ഇട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ചെറുതായി മുറിച്ചെടുത്ത് വയ്ക്കുക. കുതിർന്നിട്ടുള്ള ഡേറ്റ്സ് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഈ അരച്ചെടുത്ത പേസ്റ്റ് അതിലേക്ക് ഇട്ടതിന് ശേഷം കുറഞ്ഞ തീയിൽ ഒരു 10 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് സമയം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ഈ പരുവത്തിലായിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ കലക്കിയത് ഒന്ന് നന്നായി കലക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് 3-4 മിനിറ്റ് നേരം കുറഞ്ഞ തീയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പരുവാവും. ആ സമയത്ത് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറഞ്ഞ തീയിൽ 2-3 മിനിറ്റ് നേരം അപ്പോഴത്തേനും ചട്ടിയിൽ നിന്നും നന്നായി വിട്ട് വരുന്ന പരുവത്തിലെത്തും. പിന്നീട് അതിലേക്ക് വാൾനട്ട് മുറിച്ചത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂനട്ട് മുറിച്ചത് എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ വെളുത്ത എള്ള് അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പരുവമായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒരു ഗ്ലാസ് ബൗളിലേക്കോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലേക്കോ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ആ പാത്രത്തിലേക്ക് അത് ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് നന്നായി സെറ്റ് ചെയ്യാനായിട്ട് ഒരു സ്പൂണിൻ്റെ പുറകിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് നന്നായി ഒന്ന് പരത്തി കൊടുത്ത് സെറ്റാക്കാനായിട്ട് ഒരു 7-8 മണിക്കൂർ നേരം വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ബൗളിൽ നിന്നും അത് വിട്ട് വരും. പിന്നീട് നമുക്ക് ആ ഹൽവ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റി ആയതും ഷുഗർ ഫ്രീ ആയതും ഹെൽത്തി ആയതുമായൊരു ഡേറ്റ്സ് ഹൽവ.